എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. നോമ്പിലെ 14-ാം ദിനത്തിലെ ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സൃഷ്ടാവായ ദൈവത്തിന്റെ ഹൃദയ നൊമ്പരത്തിൽ നിന്നും ഇന്നത്തെ ധ്യാനം നമുക്ക് ആരംഭിക്കാം. ഹോശേയ 6:4. എഫ്രൈമേ, ഞാൻ നിനക്ക് എന്തു ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്ക് എന്തു ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞുപോലെയും ഇരിക്കുന്നു. വളരെ വാത്സല്യം നൽകി സ്നേഹിച്ചിട്ടും അകന്നു പോകുന്ന മക്കളെക്കുറിച്ചുള്ള ഒരപ്പൻ്റെയോ അമ്മയുടെയോ ഹൃദയ നൊമ്പരമായി നമുക്കിതിനെ കാണുന്നതാണ് ഉത്തമം. നൊമ്പരപ്പെടുന്ന ദൈവത്തിനും വഴിതെറ്റിയ മക്കൾക്കുമിടയിൽ സംഘർഷം അനുഭവിക്കുന്ന പ്രവാചകനെ വർഷിക്കാം. ഈ വേദഭാഗത്തു നിന്നും 3 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, നോമ്പ് കരുണ നിറയുന്ന കാത്തിരിപ്പിന്റെ ഓർമ്മപ്പെടുത്തൽ. ദൈവം ക്രൂരനൊന്നുമല്ല, എന്നാൽ തന്റെ സൃഷ്ടിയെ വീണ്ടെടുത്തേ മതിയാകൂ. അതിനാൽ തന്നെ വീണ്ടെടുപ്പ് ശ്രമങ്ങൾ ഒരപ്പന് മക്കളോടുള്ള ഇടപെടലുകൾക്ക് തുല്യമായി ചിത്രീകരിക്കുന്നു. ഉടമ്പടി ബന്ധത്തിൽ നിന്നകന്ന് വഴിതെറ്റിപ്പോകുന്നത് കാരുണ്യവാനായ ദൈവത്തിന് നോക്കി നിൽക്കാനാകില്ല. എനിക്ക് ദൈവം ക്രൂരനായൊരു ശിക്ഷകനൊന്നുമല്ല, മടങ്ങി വരാൻ കാത്തിരിക്കുന്ന അപ്പൻ്റെയോ അമ്മയുടെയോ ഭാവമാണ്. ദൈവം ആർദ്രതയുള്ള അമ്മയാണ്, കരുണയുള്ള അപ്പനാണ്. ദൈവം സൗഖ്യമാക്കും, ദൈവം മുറിവ് കെട്ടും, ദൈവം നമ്മെ ജീവിപ്പിക്കും, ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കും. വേദഭാഗം സ്പഷ്ടമാക്കുന്നു. കരുണ നിറയുന്ന കാത്തിരിപ്പിന്റെ ഓർമ്മപ്പെടുത്തലാണ് നോമ്പ്. രണ്ടാമതായി, നോമ്പ് അനുതാപത്തിന്റെ ഉള്ളുകൊള്ളൽ. ആത്യന്തികമായി ദൈവം നമ്മുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നു. നിശ്ചയം നോമ്പ് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവിനുള്ള വിളിയാണ്. പ്രവാചക സന്ദേശം വ്യക്തമാണ്. ദൈവം ശിക്ഷിക്കുന്ന വിനാശകനല്ല, മടങ്ങിവരുവാൻ വിളിക്കുന്ന പിതാവാണ്. അനുതാപം വീണ്ടെടുപ്പിനുള്ള ആദ്യപടിയാണ്. അത് കേവലം മതപരമായ ആചരണമല്ല, ഹൃദയപൂർവമായ ബന്ധത്തിലേക്കുള്ള മടങ്ങിവരവ്. ഒരിക്കൽ ഒരു മാലാഖയെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. ഏറ്റവും പ്രിയപ്പെട്ടതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഒരു റോസാ പുഷ്പം, പിന്നെ ഒരു കുഞ്ഞ് എന്നിവയൊക്കെയായി മാലാഖ മടങ്ങിയെത്തി. എനിക്കിവ പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഇതിലും മികച്ചത് ഒരു ദേവാലയ കോണിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ അനുതാപത്തിലുതിരുന്ന കണ്ണീർ കണവുമായി മാലാഖ തിരികെ എത്തി. ദൈവം പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മടങ്ങിവരവിൻ്റെ ആദ്യപടിയാണ് അനുതാപം. അതെ, നോമ്പ് അനുതാപത്തിൻ്റെ ഉള്ളുകൊള്ളലാണ്. മൂന്നാമതായി, നോമ്പ് കരുണയുടെ ഉറവപ്പൊട്ടൽ. അനുതാപം കേവലം മതാനുഷ്ഠാനങ്ങളിലുള്ള കെട്ടുപിണയലല്ല, പിന്നെയോ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ അലിയുന്നതാണ്. യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു എന്ന 6-ാം വാക്യത്തിൽ നോമ്പിന്റെ കാമ്പ് പ്രകടമാകുന്നു. ബാഹ്യമായ ആചരണത്തേക്കാൾ ആന്തരിക പരിവർത്തനം തന്നെയാണ് പ്രധാനം. കരുണ തന്നെയാണ് നോമ്പ്. നോവുളവാക്കുന്ന അൻപാണ് നോമ്പ്. കരുണ നൊമ്പരപ്പെടുത്തുന്ന സ്നേഹമാണ്. ബാഹ്യാചരണങ്ങളിൽ കല്ലായുള്ള ഹൃദയങ്ങളിൽ നിന്ന് കരുണയുടെ ഉറവ പൊട്ടുന്നതാണ് നോമ്പ്. വിശക്കുന്നവന് അപ്പം നുറുക്കുന്നതും അനാഥനെയും വിധവയെയും ചേർത്തു നിർത്തുന്നതും സുതാര്യമായി ജീവിക്കുന്നതുമായ കരുണയാണ് നോമ്പ്. അതെ, കരുണയുടെ ഉറവ പൊട്ടുന്നതാണ് നോമ്പ്. കരുണ കിനിയുന്നതാണ് അർത്ഥവത്തായ നോമ്പ്. നമുക്കും അർത്ഥവത്തായ നോമ്പിലേക്ക് അടുത്തു ചെല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.